5 സെന്റ് 10 സെന്റൊക്കെ ഉള്ള ആളുകളാണ് മുഴുവൻ പേര്. അതിനകത്തൊരു കുടിൽ കെട്ടി ജീവിച്ചു വരുന്നവരാണ് മുഴുവൻ ആളുകൾ ഇന്ന് കാണുന്നത്. അവരുടെ വീട്ടിലൊക്കെ വേലിയേറ്റത്തിൽ വെള്ളം കയറി ആ വീടും പരിസരവും മുഴുവൻ ചെളിയായി കിടക്കുകയാണ്. ആ ചെളിയായി കിടക്കുന്ന അത് നേരിൽ കണ്ട് തന്നെ അനുഭവിക്കണം. ഞാനിന്ന് ഈ ഒരു 3-4 ദിവസത്തേക്ക് മുമ്പ് അവിടെ വീടുകളിൽ നമ്മൾ നോട്ടീസ് കൊടുക്കാൻ പോയപ്പോഴാണ് ഇതിൻ്റെ ദുരാവസ്ഥ മനസ്സിലായത്. എല്ലാ വീടുകളിലും, ഈ പുഴയേരിയത്തുള്ള എല്ലാ വീടുകളിലും വെള്ളം കയറി ചെളി കെട്ടി എന്ന് വെച്ചാൽ ഒരു ദുരാവസ്ഥ തന്നെയാണ് കാണുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ അമ്മമാരൊക്കെ കരഞ്ഞു പറയാണ്, ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കും എന്നാണ് അവിടെയുള്ള അമ്മമാർ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മുടെ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്, നമുക്കിന്ന് ശാശ്വത പരിഹാരം നമുക്കുണ്ടാവും എന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇന്നിങ്ങനെ ഇവിടെ യോഗം വിളിക്കാൻ കാരണം, ഞാനൊരു കർഷക സമര സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്. 1 ലക്ഷം യുവ കർഷക സമര സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്. ഞാൻ 5 കൊല്ലമായിട്ട് ഇവിടെ ഈ കരിങ്കച്ചറ കെട്ടുന്നതിന് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നമുക്ക് KLDC മുഖേന നമുക്കൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടായി. അത് നമ്മുടെ ബഹുമാനപ്പെട്ട MLA കൊണ്ടുവന്ന ഒരു പദ്ധതി, ജൈവവയ്പിൽ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾ ഈ തോടുകളൊക്കെ താത്തി, അതോടൊപ്പം തന്നെ ഈ ചെറിയ തോടുകളൊക്കെ വീരാമ്പുഴ ഉൾപ്പെടെ ചെറിയ 9 വൈപ്പിങ്ങരയിൽ 9 തോടുകൾ താഴ്ത്തി കരിങ്കച്ചറ കിട്ടുന്ന ഒരു പദ്ധതിയായിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ച് സ്ഥലങ്ങളൊക്കെ കുറച്ച് പരിപാടികളൊക്കെ നടത്തി. അതിനിടയ്ക്ക് വീരാമ്പുഴ താത്തിയപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ വന്ന് അവിടുത്തെ എക്കൽ ഓരിയിട്ട് സൈഡിലേക്ക് ഇട്ടപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് അത് ബുദ്ധിമുട്ടായി വന്നു. അങ്ങനെ മത്സ്യത്തൊഴിലാളികൾ കേസിന് പോയി. അങ്ങനെ CRZ വിഷയം വന്നു. അങ്ങനെ നിരന്തരം പ്രശ്നങ്ങൾ വന്നു. കോടതി പോയി. ലാസ്റ്റ് അത് പെൻഡിങ് ആയി. ഈ കഴിഞ്ഞ വർഷം നബാർഡാണ് ഫണ്ട് അനുവദിച്ചത്. ഈ കഴിഞ്ഞ വർഷം അവർ പറഞ്ഞു, ഒരു 6 മാസത്തിനുള്ളിൽ നിങ്ങൾ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ, പദ്ധതി നടപ്പിലാക്കിയില്ലെങ്കിൽ ഈ ഫണ്ട് ക്യാൻസലാക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഒട്ടനവധി ഓടി നടന്നു. നമ്മുടെ ജനപ്രതിനിധികളൊക്കെ ഓടി നടന്നെങ്കിലും ഈ കേസ് തീർക്കാനോ മറ്റുള്ള കാര്യങ്ങൾ നടത്താനായിട്ട് അവരെ കൊണ്ട് കഴിഞ്ഞില്ല എന്ന ഒരു ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഫണ്ട് കഴിഞ്ഞ 6 മാസം മുമ്പ് ഈ സാധനം ലാപ്സായി പോയി. 36 കോടി രൂപ ലാപ്സായി പോയി. മനസ്സിലായോ? നമുക്കിതൊക്കെ താത്തി കിട്ടാനും നമ്മുടെ സൈഡ് കിട്ടാനും എല്ലാത്തിൻ്റെയും ഫണ്ടായിരുന്നു. പക്ഷെ അത് ലാപ്സായി പോയി. കാരണം ഇത് സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. നമ്മൾ ഇതിൻ്റെ പ്രതികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സാങ്കേതികമുള്ള കാരണം ഞാൻ അതിൻ്റെ ഉള്ളിലുള്ളതാണ്, ഞാൻ അതിൻ്റെ പുറയുള്ള ആണെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ പൈസ പാസ്സായപ്പോൾ അതിനുശേഷം നമ്മളിങ്ങനെ ഓടിയടക്കായിരുന്നു. ഓരോ സമയത്തും നമ്മൾ മുഖ്യമന്ത്രിയെയും മറ്റുള്ള മന്ത്രിമാരെയും നമ്മൾ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മൾ നവകേരള സദസ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു പരിപാടി വന്നത്. ആ നവകേരള സദസ്സിൽ നമ്മൾ ഈ കാരണങ്ങൾ കാണിച്ചുകൊണ്ട്, കാരണം 2-3 പ്രാവശ്യമായിട്ട് ഞങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചിട്ടും ഞങ്ങൾക്ക് നടപ്പിലാക്കാതെ ഞങ്ങൾ ആകെ ദുരിതത്തിലാണെന്നും ഞങ്ങൾക്ക് ഈ ചിറ കെട്ടിക്കിട്ടണം എന്ന് നമ്മൾ ആധികാരികമായിട്ട് തന്നെ രേഖാമൂലം നമ്മൾ പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി അത് വളരെ സീരിയസ് ആയി എടുക്കുകയും ഇത് അടിയന്തരമായി കെട്ടിക്കൊടുക്കുന്നതിന് വേണ്ടി അവർ ഇറിഗേഷൻ വകുപ്പിലേക്ക് അടയ്ക്കുകയാണ് ഉണ്ടായത്. ഇറിഗേഷൻ വകുപ്പ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു 15 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഇവിടെ കരുത്തൽ തോട് സന്ദർശിക്കുകയും അതിൻ്റെ പ്രൊജക്റ്റ് റിപ്പോർട്ട്, അതായത് അതിന് ഒരു സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർ കടക്കുകയുണ്ടായത്. അതായത് ഇവിടെ ഈ സ്ഥലം 1150 മീറ്ററാണ്. ഈ കരുത്തത്തോട് അപ്പുറം 1150 മീറ്ററോളം ഉണ്ട്. അത് എൻ്റെ എസ്റ്റിമേറ്റ് വന്നപ്പോൾ 2,32,00,000 രൂപയോളം ഈ പദ്ധതിക്ക് വേണ്ടി ചിലവ് വരും. അങ്ങനെ 2,32,00,000 രൂപയുടെ പ്രൊജക്റ്റ് റിപ്പോർട്ട് അവർ സർക്കാരിന് സമർപ്പിച്ചിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന്, അതായത് ഫണ്ട് അനുവദിക്കുന്ന മുറക്ക് നമുക്ക് ഈ പദ്ധതി അനുവദിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയിലാണ് നമുക്കൊരു ലെറ്റർ വന്നത് സർക്കാരിൽ നിന്നും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ലെറ്റർ വന്നപ്പോൾ നമ്മൾ ഈ സമീപവാസികളെ അറിയിക്കാതിരിക്കുന്ന തെറ്റാണ്. അവരെല്ലാവരും അറിയിച്ചുകൊണ്ട് ഇതിനകത്ത് ഈ ഗുണഭോക്താക്കളെ മുഴുവൻ അറിയിച്ചുകൊണ്ട് നമുക്കിങ്ങനെ ഒരു പരിപാടി അവതരിപ്പിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഇവരെല്ലാവരും സമ്മർദ്ദം ചെലുത്തണം. അതായത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും റെസിഡൻസ് ഉൾപ്പെടെ എല്ലാവരും ശക്തമായ സമ്മർദ്ദം ചെലുത്തി ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി നമ്മുടെ ജനങ്ങളുടെ എല്ലാവരും മനസ്സിൽ വേണം, ഇത് എൻ്റെ അവകാശമാണ്, എൻ്റെ അവകാശം നേടിയെടുക്കുക തന്നെ വേണം എന്ന് നമ്മൾ അടിയുറച്ച് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പരിപാടി നടന്നിരിക്കും. അതിന് നമ്മൾ എവിടെ പോകും എങ്ങനെ പോകും എന്നല്ല, നമ്മളിപ്പോൾ പോയിരിക്കുകയാണ്. നമ്മുടെ ഭാഗത്ത് 80% നമ്മൾ വർക്ക് നടന്നു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള 20% ഈ ഫണ്ട് അനുവദിക്കലാണ്. അതിന് നമ്മുടെ
പ്രാദേശിക ഭരണകൂടവും MLA യും ഒക്കെ ശക്തമായിട്ട് വിചാരിക്കുമ്പോഴാണ് ആ ഫണ്ട് അനുവദിച്ച് നേരിട്ട് കിട്ടുന്നത്. അങ്ങനെ അനുവദിച്ച് കിട്ടിയാൽ എനിക്ക് തോന്നുന്നു ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ 3 മാസത്തിനുള്ളിൽ ഈ പദ്ധതി ആരംഭിക്കാൻ പറ്റും. അതിന് നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് മുൻകൈ എടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ ഭാഗത്തുനിന്നും നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ നമ്മൾ പോകരുത്. നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് എല്ലാവരും സഹകരിപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ നടന്നു കിട്ടുള്ളൂ. അല്ല നമ്മൾ ആളുകളെ കുറ്റപ്പെടുത്തുക, അവർ ചെയ്തു തന്നില്ല, ഇവർ ചെയ്തു തന്നില്ല, അതൊന്നും ഇവിടെ വിഷയമല്ല. നമുക്കിപ്പോൾ എന്താണ് പ്രസൻറ്റിൽ എന്താണ് നമുക്കിപ്പോൾ കെട്ടിക്കിട്ടാനുള്ള എല്ലാ സാഹചര്യവും നമുക്ക് വന്നിരിക്കുന്നു. നമുക്ക് ഈ ഫണ്ട് ഭരണാനുമതി കിട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് ആ ഭരണാനുമതി കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നീങ്ങാം. നമ്മൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഈ കാര്യം അത് മാത്രം പോരാ. ഞാൻ ഇവിടെ സമിതി ഉണ്ടാക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് തുടർന്ന് പോകേണ്ടതുണ്ട്. കാരണം ഈ തോട് കെട്ടിയാൽ മാത്രം പോരാ, നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് പിന്നെ നമുക്ക് ഫണ്ട് കിട്ടേണ്ടതുണ്ട്. കാരണം വെച്ചാൽ ഈ തോട് 1 മീറ്ററാക്കി ചുരുക്കണം. ഇടത്തോട്, അതായത് കരുത്തൽ തോട് 9 ഇടത്തോടുകളുണ്ട്. അവിടെയാണ് വെള്ളം കയറി ആൾക്കാർ അവിടെ നശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇടത്തോടുകൾ 1 മീറ്റർ വ്യത്യാസത്തിൽ 1 മീറ്റർ അകലത്തിൽ അത് കെട്ടി അവിടെ ഒരു ചീപ്പിട്ട് അടക്കുന്ന രീതിയിൽ, അത് വെള്ളം പൊക്കം വരുന്നു ആ സമയത്ത് ഈ സമിതി ഇടപെട്ടുകൊണ്ട് ആ ചീപ്പ് അടച്ചു വെച്ചാൽ നമ്മൾക്ക് ഒരാൾക്കും വെള്ളം കയറില്ല, ഒരു വീട്ടിലും വെള്ളം കയറില്ല. അപ്പം അങ്ങനെ വിശാലമായ അർത്ഥത്തോടെയാണ് നമ്മൾ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. അതിന് നിങ്ങളുടെ എല്ലാവരും സഹകരണം വേണം. നമുക്കിത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഈ ഗുണഭോക്താക്കൾ ഇതിന് ശക്തമായി നിൽക്കണം. നമ്മളൊക്കെ പിടിച്ചെടുക്കണം. അതായത് നമ്മൾക്ക് എവിടെ പോയി എടുക്കും? നമ്മൾ ഇവിടെ നിന്ന് വിട്ടാൽ നമ്മൾ എവിടെ പോകും? നമുക്ക് എങ്ങും പോകാൻ കഴിയില്ല. ഈ ചരിത്രത്തിലില്ലാത്ത രീതിയിൽ ഈ തോടിന്റെ ചിറ കെട്ടിയതിനു ശേഷം അവിടെ ഒരു ഇരിപ്പാണ പോലെ ഇരിക്കാൻ അതായത് ആൾക്കാർക്ക് വിശ്രമിക്കാൻ പറ്റുന്ന രീതി അകലത്തിൽ കണ്ടകൾ വെച്ച് തണല് കിട്ടുന്നതിന് വേണ്ടി ഞാൻ വാക്കുകൾ അവസാനിക്കുന്നു. പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയനെ ക്ഷണിച്ചോളൂ. ഇന്നിപ്പോൾ അവസ്ഥ മാറി. എങ്ങനെ ഘട്ടഘട്ടമായിട്ട് ശരിയായിട്ട് നമ്മുടെ തോടിൻ്റെ അവസ്ഥ തന്നെ മാറി. ആ തോടിന് ചുറ്റും താമസിക്കുന്നവർക്ക് കുഞ്ഞു മക്കൾക്കാണെങ്കിൽ മാറില്ല. അത്രക്കും ഉള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ പദ്ധതിയുടെ 80% നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. സാധിച്ചിട്ടെന്ന് പറഞ്ഞാൽ അതിന് പുറകെ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഏതൊരു പേപ്പർ കൊടുക്കുമ്പോഴും സജീവ് എന്നോട് വന്ന് സംസാരിക്കും, നമുക്ക് ഇങ്ങനെ ചെയ്യാമല്ലോ എന്ന് പറയുമ്പോൾ നമ്മളതിന് സപ്പോർട്ട് ചെയ്ത് ഇതുപോലെ ചെയ്താൽ നമുക്ക് കിട്ടും എന്നുള്ളത് ഇപ്പോൾ നമുക്കറിയാം. നമ്മുടെ നവകേരള സദസ്സിൽ ഈ അപേക്ഷ കൊടുക്കുകയും അതിൻ്റെ പുറകെ തന്നെ നമ്മൾ നല്ല സജീവിനെ കൂടെ ആരൊക്കെ ഉണ്ടായിട്ടില്ല, അത് ഒറ്റക്കായിരിക്കില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പഞ്ചായത്തിൽ ഒരു പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എന്നെ അറിയിക്കാറുണ്ട്. അപ്പോൾ നമ്മളതിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഈ ഒരു ഭാഗം നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ വന്നപ്പം ഒരു കലങ്കും ചെറിയൊരു ഭാഗം കാണാൻ ഒരു ചിറകെട്ടി നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞിപ്പോൾ ഈ വർഷം നമുക്കിത് മുഴുവനും ചിറകെട്ടി നമ്മുടെ തലമുറയ്ക്കും ഒരു പ്രശ്നമില്ലാണ്ട് മുന്നോട്ട് പോകണം. സുഖമായി ജീവിക്കണം ഇവിടെ. അതിനുള്ള ഒരു കാര്യങ്ങൾ നമ്മൾക്കിവിടെ ഇവിടം വരെ ചെയ്തു വെച്ചിട്ടുള്ളത്. എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്, നമ്മൾക്ക് ഈ ഒരു സംഭവം ഇത്രമായി കിട്ടിയ ഫണ്ട് അനുവദിച്ച് കിട്ടിയാൽ നമുക്ക് ഈ സംഭവം ചെയ്യാവുന്നതുള്ളൂ. ഞാൻ ഇറിഗേഷനുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് സജീവനറിയാം. എന്ത് വന്ന് പറഞ്ഞാലും ഞാൻ ആ സമയത്ത് തന്നെ അവരെ വിളിച്ച് ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഒരു സമിതി രൂപീകരിച്ചെന്ന് പറയുമ്പോൾ നമുക്ക് സമരത്തിലേക്കൊന്നും പോകാനല്ല, നമ്മൾ കൂടുതൽ ഈ വർക്ക് ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കാം. അവരെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ ചെറിയ ഒരു തണുപ്പമായിട്ട് വരുമ്പോൾ നമ്മൾ പറഞ്ഞ് നമുക്ക് വീട്ടിൽ പോകണ്ടേ, നമുക്ക് ഇത് നേടിയെടുക്കണ്ടേ എന്നുള്ള ഒരു രൂപത്തിലേക്ക് നമുക്ക് പോകണം. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ ഇവിടെ സമിതി രൂപീകരിച്ചിട്ടുള്ളത്. നമ്മുടെ മെമ്പർക്ക് അറിയാലോ, മെമ്പർ കാര്യം എല്ലാവർക്കും അറിയാൻ പറ്റും. ചിക്കൻ ബോക്സാണ്, നമുക്ക് ഇവിടെ ഒന്നും വന്നിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മെമ്പർ കുടിയൊന്നും കഴിഞ്ഞിട്ടില്ല, മെമ്പർ കൂടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. എൻ്റെ കാലത്ത് തുടങ്ങി എന്നെ വിളിക്കുന്നു, കൃത്യ സമയത്ത് അവിടെ ചെല്ലണം, അവിടെ ആളുകൾ കാത്തിരിക്കുന്നു. ഇപ്പോഴും വിളിച്ചിട്ട് ഞാൻ എത്തിന്ന് പറഞ്ഞപ്പോഴാണ് ഫോൺ വെച്ചത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു. മെമ്പർ ശക്തമായിട്ട് നിങ്ങളുടെ പുറകിൽ ഇതിനൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയും എവിടെയും ഇത്ര പെട്ടെന്ന് ആവാത്ത ഒരു പദ്ധതി നമുക്ക് ഇത്രയും പെട്ടെന്ന് ഇത്രയും വരെ ആക്കിയെടുക്കാൻ സാധിച്ചത് തന്നെ നമ്മുടെ നേട്ടം തന്നെ നമ്മൾ കാണണം. ഇനി അടുത്ത ഒരു ഇതിൽ നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട്
നിങ്ങളെന്താണോ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അതിനെല്ലാം ഒപ്പം നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ ഒറ്റ